ഞങ്ങളുടെ കുടുംബത്തിലാരും ബിസിനസ് ചെയ്യുന്നവരില്ല, എല്ലാവരും ജോലി, കൃഷി അങ്ങനെ പോകുന്ന ആളുകളായിരുന്നു. കാഞ്ഞിരപ്പള്ളിയാണ് സ്വദേശം. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസ് രണ്ടുപേരും അധ്യാപകരായിരുന്നു. അപ്പം പൊതുവിൽ ബിസിനസ്സിനോടൊരു ഭയമുണ്ടായിരുന്നു അന്ന് എല്ലാ ആളുകൾക്കും. മാത്രമല്ല മറ്റൊരു ജോലിയും കിട്ടാത്തവർ ചെയ്യുന്ന ഒരു തൊഴിലായിട്ടാണ് ബിസിനസ്സിനെ അന്ന് പൊതുവെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിരുന്നത്. അത്ര തന്നെ ഒരു മാന്യതയും കുറവായിരുന്നു വാസ്തവത്തിൽ. ഇപ്പം സംരംഭകത്വത്തിൻ്റെ ഇന്ന് ഒരു മാന്യത കൈവന്നിട്ടുണ്ടല്ലേ, സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ട്. പക്ഷേ അന്ന് അങ്ങനെ ഒരു മാന്യത ഇല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് വന്നത്. 2 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്ത് സെല്ല് ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. പ്രാഥമികമായ വിവരങ്ങൾ അവിടുന്ന് ലഭിച്ചു. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സാധ്യത അന്ന് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം കമ്പ്യൂട്ടറൈസേഷൻ വന്നൊരു സമയമാണ്. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നോവേറ്റബിൾ പാർട്ടായി മാറുമെന്ന് അന്ന് തന്നെ നമുക്ക് തോന്നി, ഈ ഡിജിറ്റലൈസേഷൻ അല്ലെ കമ്പ്യൂട്ടറൈസേഷൻ. അപ്പം അതിൻ്റെ ഒരു സാധ്യത കണ്ടു. 2 ആളുകളുമായി നമുക്ക് വല്ലാതെ സമ്പർക്കത്തിലേർപ്പെടാൻ പറ്റുന്നൊരു മേഖലയാണല്ലോ ബിസിനസ്. ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനൊരു വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെട്ടിട്ടുള്ള ഒരാളായിരുന്നു. ഒരു സ്റ്റുഡൻസ് യൂണിയനിലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ബിസിനസ്സിലാണ് തോന്നിയത്. ഈ ടിപ്പിക്കലിയുള്ള ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്നും മാറിയിട്ട് ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങളുമായി അടുത്തിടപഴകാനും നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കൂടെ നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് ബിസിനസ്സിൽ ഞാൻ കണ്ടു. ആ രീതിയിൽ കണ്ടു. സാധാരണഗതിയിൽ തുടക്കത്തിലുള്ള പോലെ തന്നെ വലിയ സ്വപ്നങ്ങളൊന്നുമല്ല. നമ്മൾക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ജോലിക്ക് പകരം ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കാണ് തുടക്കത്തിൽ. ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് തുടങ്ങിയത്. സർ, ഈ ഇത്രയും വർഷത്തിനിടയിൽ ഇപ്പം 44 ബ്രാഞ്ചുകൾ സർ ഓപ്പൺ ചെയ്തു. വീണ്ടും പുതിയതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ വഴിയിലാണ് സാർ ഇപ്പം നിൽക്കുന്നത്. അവാർഡുകൾ ഒരുപാട് നേടി. ഓക്സിജൻ എന്ന പേര് മലയാളിയുടെ മനസ്സിലേക്ക് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡായി മാറി. സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് തോന്നുന്നൊരു കാര്യം എന്താണ്? അങ്ങനെ ഒന്നായിട്ട് അങ്ങനെ പലപ്പോഴും തോന്നാറില്ല. പല നല്ല മുഹൂർത്തങ്ങൾ ബിസിനസ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്, വളരെ സന്തോഷം തരുന്ന. പക്ഷേ നമുക്ക് അതിലൊരു വലിയൊരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ഒന്നിലും തോന്നാറില്ല പൊതുവേ. പക്ഷേ ഒത്തിരി സന്തോഷം തന്നിട്ടുള്ള നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ബിസിനസ്സിലെല്ലാവരും സ്ട്രഗിളിൻ്റെ കാര്യങ്ങളാണല്ലോ. പക്ഷേ സ്ട്രഗിളുകൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടെങ്കിലും ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 90% വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ നെഗറ്റീവായിട്ടുള്ള സെറ്റ് ബാക്ക്സ് കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അത് ഓർത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. കൂടുതലും നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ചും നമ്മൾക്കിപ്പം ഒരു 2000-ലധികം ജീവനക്കാർ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നൊരു മേഖല അതാണ്. ഒരാളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഒരു 10-20 വർഷമായ ആളുകൾ തന്നെ 100 കണക്കിന് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു നമ്മുടെ ഫാമിലിയുടെ ഒരു എക്സ്റ്റൻഷനായിട്ടേ, ഒരു കുടുംബത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളും നമ്മുടെ സഹപ്രവർത്തകരും ഇതൊരു വലിയൊരു എന്താ പറയുക, നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന, വളരെ സന്തോഷിക്കുന്ന ഒരു ഇടമാണത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു ഇടമാണ് ഓഫീസ്. കാരണം ഇവരെയൊക്കെ കാണാൻ പറ്റുന്നു, ഇവരോട് ഇടപഴകാൻ പറ്റുന്നു. അത് തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെയുള്ള ഹാപ്പിനെസ്സുകളാണ് ഞങ്ങളും അവാർഡുകളെക്കാളൊക്കെ ഉപരി. പിന്നെ ഉറപ്പായിട്ടും നല്ല നമ്മുടെ കൺസ്യൂമേഴ്സ്, ഞങ്ങൾ ആക്ച്വലി അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന നല്ല ഒരു കമൻറ്റ്, അത് നമുക്ക് ഒരു എന്താണ് ഏറ്റവും വലിയൊരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ പലപ്പോഴും സന്തോഷം തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ അവരിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങളാണ് ഏറ്റവും വലിയ റിവാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സാർ അഭിനന്ദനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഓക്സിജൻ എന്നൊരു ബ്രാൻഡ് ഇത്രയും വലുതായിരിക്കുന്ന ഈ ഒരു വേളയിൽ 1-2 ആളുകൾ അഭിനന്ദിച്ചത് കൊണ്ടോ സന്തോഷം അവർക്കുണ്ടായത് കൊണ്ടോ ആ ബ്രാൻഡിന് വളരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ വളർച്ചയിൽ ഓക്സിജൻ്റെ ഒരു USP ആയിട്ട് സാറ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മനസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണ്? ഞങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ തന്നെ, കാരണം ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാധാരണ റീറ്റെയിലൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നു, അതോട് കഴിയുകയാണ് അല്ലേ, ആ പ്രൊഡക്റ്റ് എടുത്തു പോയി. പക്ഷെ ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ടും കൂടെയാണ് കേട്ടോ, പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് വളരെ ക്രിട്ടിക്കലാണ്. അപ്പം വാങ്ങിയതിന് ശേഷമാണ്, പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് കൺസ്യൂമറിന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ല. അപ്പം നിരന്തര ബന്ധത്തിലാണ് ഈ കൺസ്യൂമറുമായിട്ട്. പിന്നീടാണ് ബന്ധം തുടങ്ങുന്നതും അത് ശക്തമാകുന്നതും ഒക്കെ. മോശമാകുന്നതും ആ സമയത്താണ്. അപ്പം ഒരു USP ആയിട്ട് ഞങ്ങൾ അതാണ് ആദ്യം മുതൽ പറയുന്നത്, ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മൾ കൊടുക്കുന്നു കൺസ്യൂമർക്ക്, ആ ഒരു മനസ്സമാധാനം. കാരണം മനസ്സമാധാനം പോകാവുന്നതൊരു മേഖലയാണ് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റാണ്. എപ്പോൾ വേണമെങ്കിലും അതിനെ വിഷയം, പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിലൊക്കെ അന്നത്തെ കാലത്ത് ഒരു സോഫ്റ്റ്വെയറിലുണ്ടാകുന്ന ചെറിയ
അപ്ഡേഷൻ ഇഷ്യൂസ് പോലും മൊത്തം ക്രാഷ് ആകുന്നു, വൈറസ് അറ്റാക്ക്, ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങളായിരുന്നല്ലോ. പണ്ട് വൈറസൊക്കെ ഒരു വലിയ താരമായിരുന്നല്ലോ. അപ്പം അവിടെയൊക്കെ നമ്മൾ അവർക്കൊരു പീസ് ഓഫ് മൈൻഡ് കൊടുത്തിരിക്കണം. ഈ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം അവർക്കൊരു മനസ്സമാധാനം കിട്ടണം. അതൊരു USP ആയിട്ട് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ, ഫസ്റ്റ് സ്റ്റോർ മുതൽ തന്നെ ഓക്സിജൻ കെയർ എന്നുള്ള പേരിൽ അതിനുവേണ്ടി ഈ പീസ് ഓഫ് മൈൻഡ് കൊണ്ടൊരു യൂണിറ്റ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലൊരു റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല, അത് നമ്മളെ വിശ്വസിച്ച് വാങ്ങുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് സമാധാനത്തോടെ ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള. പിന്നെ 2, മാറി വരുന്ന ഉൽപ്പന്നങ്ങൾ. ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻ നടന്നൊരു മേഖലയാണ് കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ ഈ ഇലക്ട്രോണിക്സ് രംഗത്താണ് ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻ. പ്രൊഡക്റ്റിനകത്തായിട്ടും സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും ഒക്കെ ആ മാറ്റത്തിനൊപ്പം നമ്മൾ നിൽക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും അഫോർഡബിളായ റേറ്റിൽ ആളുകളിൽ ആദ്യം എത്തിക്കുക, ഇതിനെപ്പോഴും നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ പലപ്പോഴും നമ്മുടെ ഒരു ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് കൺസ്യൂമറുടെ മാറി. ആദ്യം ഞങ്ങൾ ബ്രൗഷേഴ്സ് കാണിച്ചിട്ടാണ് സെല് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ പ്രൊഡക്റ്റിന് ടച്ച് ആൻഡ് ഫീൽ കൊടുത്തു. ലാപ്ടോപ്പൊക്കെ ആദ്യം തന്നെ തുറന്നു വെക്കാനുള്ള റിസ്ക് നമ്മൾ അന്നത്തെ കാലത്ത് ചെയ്തു. പിന്നെ സ്മാർട്ട് ഫോൺ ആകട്ടെ, ഏത് പ്രൊഡക്റ്റും ഈ ഏറ്റവും മനോഹരമായൊരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം, അത് ടച്ച് ആൻഡ് ഫീൽ എല്ലാവരും കൊടുക്കുന്നു, അതിലെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടച്ച് ആൻഡ് ഫീൽ കൊടുക്കാൻ പറ്റും എന്നുള്ള റിസർച്ചിലാണ് ഇപ്പോഴും ഞങ്ങൾ. ഓരോ ഷോറൂം കഴിയും തോറും കുറച്ചുകൂടി ബെറ്ററായിട്ട് എങ്ങനെ ആളുകൾക്കൊരു അനുഭവം, ഒരു ഷോപ്പിംഗ് അനുഭവം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന മറ്റൊരു USP. അപ്പോൾ ഒന്ന്, നമ്മൾ ഈ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടുണ്ട്, പിന്നെ ഈ ഷോപ്പിങ്ങിനകത്ത് കൊടുക്കുന്ന നൂതനമായിട്ടുള്ള അനുഭവം, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ ആളുകളിൽ ആദ്യം എത്തിക്കുക. ഇതുകൂടാതെ ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ അടുത്ത് ബേസിക്കലി ഞങ്ങൾ സെയിൽസ്മാൻ അല്ല, സെയിൽസ് കൺസൾട്ടൻ്റ് എന്നാണ് നമ്മൾ ഇൻറ്റേർണലി പറയുന്നത്. കാരണം ഈ പ്രോഡക്റ്റ് പല ആളുകൾക്കും ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലൊരു 50 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 5 ഫീച്ചേഴ്സ് പോലും ആരും ഉപയോഗിക്കാറില്ല പലപ്പോഴും, അല്ലേ? ഒത്തിരി വില കൂടിയ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് പലപ്പോഴും ആളുകൾ. അപ്പം ഇത് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ആളുകളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കുട്ടികളുടെ അടുത്ത്, ദയവ് ചെയ്ത് കസ്റ്റമറെ മനസ്സിലാക്കി ഒരു നോ യുവർ കസ്റ്റമർ, ഒരു KYC നടത്തി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ ഡിവൈസ് ഇത്രയും പണം കൊടുത്ത് വാങ്ങുമ്പോൾ അവർക്കിതുകൊണ്ട് അവരുടെ ലൈഫിനെ ഈസി ആക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസ് അതിലുണ്ട് ആക്ച്വലി, പക്ഷേ അത് പലപ്പോഴും പറഞ്ഞു കൊടുക്കപ്പെടുന്നില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും കൺസ്യൂമറിൽ അവയർനെസ് കൊടുക്കണമെന്ന് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ. പൂർണ്ണമായിട്ടും അത് കൊടുക്കുന്നു ഞാൻ 100% നമ്മളത് അച്ചീവ് ചെയ്യുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങളൊരു വളരെ സിൻസിയറായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം സാർ പറഞ്ഞു ആകസ്മികമായിട്ടാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുന്നത്. സാർ വരുന്ന സമയത്ത് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നു, പക്ഷെ അതൊരു ബ്ലൂ ഓഷ്യനാണ്. അതായത് അവിടെ ഒരു ഷാർക്കിന് ഇറങ്ങാം, പക്ഷേ ഇറങ്ങണം, വേറെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അല്ലേ? ആ ഒരു ഇതിലൂടെ കടന്നുപോയി സാർ ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം വർഷങ്ങളോളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് റെഡ് ഓഷ്യനാണ്. ഇപ്പം അവിടെയും ഇവിടെയും എല്ലാം അതിന് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാർ സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്തത്? അതായത് ഇനീഷ്യലി ആ ബിസിനസ് ചെയ്ത സമയത്ത് ഇപ്പോൾ ബ്ലൂ ഓഷ്യനാണോ എളുപ്പം, റെഡ് ഓഷ്യനാണോ എളുപ്പം? രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, രണ്ടും നമുക്ക് രണ്ടിനും അവസരങ്ങളും ഉണ്ട്, വെല്ലുവിളികളും ഉണ്ട്, രണ്ട് സ്ഥലത്തും. അപ്പം നമ്മൾ ഒന്ന് ട്രാക്കിലായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്കെയിലപ്പ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസ് പല ആളുകളിലും നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യമാണ്. ബിസിനസ് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഈ സ്കെയിൽ എന്ന് പറയുന്ന വിട്ടു പോകുന്നുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന ഏത് ബിസിനസ് നോക്കിയാലും അവർക്കൊരു സ്കെയിലപ്പ് മൈൻഡ് സെറ്റുള്ള ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ മാത്രമേ, അതായത് ഒരു മെയിൻ്റനൻസ് മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ട്. എനിക്കിത് മതി, എനിക്ക് മാസം നല്ലൊരു തുക കിട്ടുന്നു, ഞാനൊരു വലിയ വീട് വെച്ചു, നല്ല കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അപ്പം മെയിൻ്റനൻസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെത്തി, ഐ ആം ഹാപ്പി, തൃപ്തിയായി. അപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ, അല്ലെ സ്കെയിലപ്പ് ചെയ്യണമെന്ന് മൈൻഡ് സെറ്റുള്ള ആളുകൾ അങ്ങനെ ഒരിക്കലും തൃപ്തരായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓരോ വർഷം കഴിയുന്നുണ്ട് നമ്മുടെ തൃപ്തി കുറവാണ് കൂടുന്നത്, തൃപ്തി കൂടുന്നില്ല, തൃപ്തി കുറവ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമ്മളവിടെ കാണുന്നത് നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പം ഞാനിപ്പം ആയിരിക്കുന്ന ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 1.8 ലക്ഷം കോടിയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ കൺസപ്ഷൻ നടക്കുന്നുണ്ട്, വാങ്ങൽ നടക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ. ഒരു വർഷം 1.8 lakhs crore എൻ്റെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മാസം 700 കോടിയുടെ സ്മാർട്ട് ഫോൺ മലയാളി വാങ്ങുന്നുണ്ട്. കേരളത്തിനകത്ത് 700 കോടിയുടെ സ്മാർട്ട് ഫോൺ പ്രതിമാസം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്.